ഗുരുവായൂർ വ്ളോഗാണ്. ഞാൻ നാട്ടിൽ പോയ ശേഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു ഗുരുവായൂർ പോകണം എന്നുള്ളത്. കാരണം നാട്ടിലുള്ള സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്തവണ എന്തായാലും മിസ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവനെ കളിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഗുരുവായൂർ എത്തിയ ശേഷം ഞാനും അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും കൂടിയിട്ട് നടന്നിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. കുറച്ച് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ പോയിട്ട് ബാഗൊക്കെ വെച്ച് നമ്മൾ 2 ദിവസത്തെ പ്ലാനിലാണ് പോയത്. അപ്പോൾ ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയ ശേഷം പിന്നെയാണ് കേട്ടോ അമ്പലത്തിൽ കയറി തൊഴാൻ പോയത്. അപ്പോൾ അതെ അവിടെയും ഇവൻ ഫുൾ ആക്റ്റീവായിരുന്നു കേട്ടോ. അവൻ ഒരേ കളിയും ചിരിയും ബഹളമായിരുന്നു. നമ്മളതിന് ശേഷം പിന്നെ അമ്പലത്തിൽ കയറി ജസ്റ്റ് ഒന്ന് തൊഴുതി ഇറങ്ങിയ ശേഷം പുറത്ത് മാത്രം ഒന്ന് കയറി തൊഴുതി വന്ന ശേഷം നമ്മൾ ആനക്കോട്ടയിൽ പോയിട്ടോ. അപ്പോൾ ഇവൻ ആദ്യമായിട്ടാണ് ആന കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ഇവൻ ആദ്യം ഒന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ആൾ ഓക്കെ. പിന്നെ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങിയത് കണ്ട ശേഷം നമ്മളതിന് ശേഷം വീണ്ടും വൈകുന്നേരം ഒന്നുകൂടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതി കേട്ടോ. നല്ല തിരക്കൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല പോലെ തിരക്കുണ്ടായിരുന്നു, ഇല്ലെന്നല്ല, എന്നാലും അത്യാവശ്യം നല്ല പോലെ തൊഴുതാനൊക്കെ പറ്റി. ഇത് പിറ്റേന്ന് സാരി കൊടുത്ത് അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചു വന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതുമാതിരിയുള്ള ഐറ്റംസൊക്കെ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങുമല്ലോ. അപ്പം അമ്മ ഇത്തവണ എന്തോ വിളക്കാണ് തോന്നുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവിടെയുള്ള ഓരോന്നും. പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ട്രെയിനിൽ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.